A golf ball is spherical with about 300 to 500 dimples that help to increase its velocity while in play. Golf ball has traditionally white but available in colors also. In the given figure, a golf ball has diameter 4.2 cm and surface has 315 dimples. Dimples are in the shape of hemispherical shape. Of radius 2 millimeter. Dimples in the radius 2 millimeter. Golf ball in the diameter 4.2 centimeter, that is 2.1 radius. 2.1 centimeter radius. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ സർഫസ് ഏരിയ ഓഫ് വൺ സച്ച് ഡിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഡിമ്പിളും ഗോൾഫ് ബോളും റേഡിയസ് എഴുതി വയ്ക്കാം. അവിടെ ഡിമ്പിൾ ഗോൾഫ് ബോൾ. ഡിമ്പിളിൻ്റെ റേഡിയസ് ഇവിടെ തന്നിരിക്കുന്നത് 2 millimeter. ഗോൾഫ് ബോളിൻ്റെത് 4.2 centimeter ആണ്. അപ്പോൾ മില്ലിമീറ്ററും സെൻറ്റിമീറ്ററും ആകുമ്പോൾ നമ്മൾ മില്ലിമീറ്ററിന് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് റേഡിയസ് ഈസ് ഈക്വൽ ടു 2 millimeter ഈസ് ഈക്വൽ ടു 2/10 centimeter ഈസ് ഈക്വൽ ടു 0.2 centimeter. ഓക്കെ, ഇനി ഗോൾഫ് ബോളിൻ്റെ ഡയമീറ്റർ ആണ് തന്നിരിക്കുന്നത്. 2r ഈസ് ഈക്വൽ ടു 4.2 centimeter. Therefore, radius is equal to 2.1 centimeter. Okay, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ സർഫസ് ഏരിയ ഓഫ് വൺ സച്ച് ഡിമ്പിൾ. ടി ഇസ് സർഫസ് ഏരിയ ഓഫ് എ ഡിമ്പിൾ. ഒരു ഹെമിസ്ഫിയറിൻ്റെ സർഫസ് ഏരിയ കാണാനുള്ള ഫോർമുല 2πr square is equal to 2πr square is equal to 2 into pi into ഡിമ്പിളിൻ്റെ റേഡിയസ് വന്നിട്ട് 0.2 ആണ്. 0.2 into 0.2 is equal to 2 into 2 4 into 2 8 pi. ഇവിടെ രണ്ട് സ്ഥാനം ഡെസിമൽ ഇട്ട് കൊടുക്കണം. അപ്പം നമ്മൾ 0.08 പൈ നൽകണം. 0 is equal to 0.08 പൈ. രണ്ട് സ്ഥാനം മാറ്റി ഡെസിമൽ ഇട്ട് കൊടുക്കണം. സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അതൊക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ വോളിയം ഓഫ് ദ മെറ്റീരിയൽ ഡഗ് ഔട്ട് ടു മേക്ക് വൺ ഡിമ്പിൾ. അപ്പോൾ ഈ ഒരു ബോളിൽ നിന്ന് ഇത്രയും 315 ഹെമിസ്ഫിയറിക്കൽ കുഴികൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഒരു കുഴിയിൽ നിന്ന് എടുക്കുന്ന മെറ്റീരിയൽ എത്രയാണ്? വൺ ഹെമിസ്ഫിയറിക്കൽ പാർട്ടിൽ നിന്ന് എടുക്കുന്ന മെറ്റീരിയൽ എത്രയാണ്? അപ്പം വോളിയം ഓഫ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 1, 2, വോളിയം ഓഫ് വൺ ഡിമ്പിൾ. വോളിയം കാണാനുള്ള ഫോർമുല, ഒരു ഹെമിസ്ഫിയറിൻ്റെ വോളിയം കാണാനുള്ള ഫോർമുല 2/3 പൈ r ക്യൂബ് ഇസ് ഈക്വൽ ടു 2/3 ഇൻറ്റു പൈ ഇൻറ്റു റേഡിയസ് ഇവിടെ 0.2 ആണ്. 0.2 ഇൻറ്റു 0.2 ഇൻറ്റു 0.2. ഇവിടെ 2 × 2 4, 4 × 2 8, 8 × 2 16 π/3. ഇവിടെ ഡെസിമൽ ഉണ്ട്, 3 പ്ലേസ് ഡെസിമലിൽ മാറ്റണം. അപ്പോൾ 0.016 π/3 centimeter cube. 0.016. 2 × 2 4, 4 × 2 8, 8 × 2 16. 3 പ്ലേസ് ഡെസിമൽ മാറ്റുമ്പം 0.016 π/3 centimeter cube. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ TSA ടോട്ടൽ സർഫസ് ഏരിയ എക്സ്പോസ്ഡ് ടു ദ സറൗണ്ടിങ്. അപ്പോൾ ഈ ബോളിൻ്റെ പുറത്തേക്ക് നിൽക്കുന്ന ഏരിയ എത്രയാണ്? അപ്പോൾ ഈ ബോളിൻ്റെ സർഫസ് ഏരിയയിൽ നിന്ന് ഇത്രയും ഡെപ്ത് ഉണ്ടാക്കാനുള്ള വട്ടങ്ങളെ നമ്മൾ മൈനസ് ചെയ്യണം. പ്ലസ് നമ്മൾ 2πr² ചെയ്യണം. അത് 315 എണ്ണാണ്. അപ്പോൾ അതിനെ നമ്മൾ ഇൻറ്റു 315 ചെയ്യണം. അപ്പോൾ തേർഡ് വൺ വോളിയം ഓഫ് ദ ball. Volume അല്ല, TSA of the ball. TSA, find the total surface area. TSA of the ball. Ball is equal to ആ ഗോൾഫ് ബോളിൻ്റെ TSA എന്നാണ് നമ്മൾ മൈനസ് ചെയ്യേണ്ടത്.
അപ്പോൾ ഗോൾഫ് ബോളിൻ്റെ റേഡിയസ് നമുക്ക് ക്യാപിറ്റൽ ആർ എന്ന് കൊടുക്കാം. അവിടെ ക്യാപിറ്റൽ ആർ കൊടുക്കാം. ഓക്കെ, 4 pi r സ്ക്വയർ. ഗോൾഫ് ബോളിൻ്റെ റേഡിയസിൽ നിന്ന് വട്ടങ്ങൾ മൈനസ് ചെയ്യണം, പൈ ആർ സ്ക്വയർ മൈനസ് ചെയ്യണം, പ്ലസ് ഡെപ്തുകൾ കൂട്ടണം, 2 pi r സ്ക്വയർ കൂട്ടണം. ഇത് 315 എണ്ണം ഉണ്ട് ഇവിടെ, ഇൻറ്റു 315 എണ്ണം ചെയ്യണം ഇവിടെ. അപ്പോൾ നമുക്ക് മൈനസ് പൈ ആർ സ്ക്വയർ പ്ലസ് 2 pi r സ്ക്വയർ ഇസിക്കൽ പൈ ആർ സ്ക്വയർ ആണ്. അപ്പോൾ 4 pi r സ്ക്വയർ പ്ലസ് പൈ ആർ സ്ക്വയർ ഇൻറ്റു 315. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാം. 4 ഇൻറ്റു പൈ ഇൻറ്റു റേഡിയസ് 2.1 ആണ്, 2.1 ഇൻറ്റു 2.1 പ്ലസ് പൈ ഇൻറ്റു 0.8 ഇൻറ്റു 0.8 അല്ല, സോറി 0.2 ആണ്. 0.2 ഇൻറ്റു 0.2 ഇൻറ്റു 315 ഇസ് ഈക്വൽ ടു 21 ഇൻറ്റു 21 441, 441 ഇൻറ്റു 4, 441 ഇൻറ്റു 4, 46 ബാലൻസ് 1764. ഇവിടെ 2 സ്ഥാനം മാറ്റി പോയിൻ്റ് ഇടുക. 17.64 പൈ പ്ലസ്, ഇനി ഇവിടെ 0.2 ഇൻറ്റു 0.2 ആണ് 0.04. അപ്പം 315 ഇൻറ്റു 4 ചെയ്യാം നമുക്ക്. 315 ഇൻറ്റു 4, 4 0, ബാലൻസ് 2, 4 6, 4 12, 12.60 പൈ, 12.60 പൈ. എസ് ഈസ് ഈക്വൽ ടു, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക, 12.60 പ്ലസ് 17.64, 4 12 ബാലൻസ് 1, 15 ബാലൻസ് 1, 30.24 ഇസ് ഈക്വൽ ടു 30.24 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വോളിയമാണ്. വോളിയം ഓർ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ വോളിയം ഓഫ് ദ ഗോൾഫ് ബോൾ. അപ്പോൾ ഈ ഗോൾഫ് ബോളിൻ്റെ വോളിയം പറഞ്ഞാൽ വോളിയം ഓഫ് ദ സ്ഫിയർ പറഞ്ഞാൽ ആ ബോളിൻ്റെ വോളിയം മൈനസ് വോളിയം ഓഫ് 315 ഡിംപിൾസ് അല്ലേ. അപ്പോൾ വോളിയം ഓഫ് ദ ബോൾ ഈസ് ഈക്വൽ ടു, ബി ക്വസ്റ്റ്യൻ ആണ്, മൂന്നാമത്തേലെ ബി ക്വസ്റ്റ്യൻ. വോളിയം ഓഫ് ദ ബോൾ ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ദ ബോൾ തന്നെ, അതായത് അത് നമുക്ക് വോളിയം ഓഫ് ദ ബോൾ എന്ന് പറഞ്ഞാൽ 4/3 പൈ ആർ ക്യൂബ്. അതിൽ നിന്നും ഇത്രയും ഡിംപിൾസ് മൈനസ് ചെയ്യണം, 315 ഡിംപിൾസ്, 315 ഡിംപിൾസ്, വോളിയം ഓഫ് ദ 315 ഡിംപിൾസ്, സോറി വോളിയം ഓഫ് 315 ഡിംപിൾസ്, വോളിയം ഓഫ് 315 ഡിംപിൾസ് ഇസ് ഈക്വൽ ടു 4/3 പൈ ഇൻറ്റു 4/3 ഇൻറ്റു പൈ ഇൻറ്റു റേഡിയസ് 2.1 ആണ്, 2.1 ഇൻറ്റു 2.1 ഇൻറ്റു 2.1, 4/3 ഇൻറ്റു പൈ ഇൻറ്റു 2.1 ഇൻറ്റു 2.1 ഇൻറ്റു 2.1 മൈനസ് 2/3 വോളിയം ഓഫ് ദ ഡിംപിൾ 2/3 ആണ്, 2/3 ഇൻറ്റു പൈ ഇൻറ്റു ഇവിടെ റേഡിയസ് വന്നിട്ട് പൈ ആർ ക്യൂബ്, റേഡിയസ് വന്നിട്ട് 0.2 ആണ്, 0.2 ഇൻറ്റു 0.2 ഇൻറ്റു 0.2 ഇൻറ്റു 315. അപ്പോൾ നമുക്ക് ഈ പൈനെ അങ്ങോട്ട് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. പൈനെയും കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം, 1/3നെയും കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. പൈ ഇൻറ്റു 1/3 നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ 4 ഇൻറ്റു 2.1 ഇൻറ്റു 2.1 ഇൻറ്റു 2.1 മൈനസ് 2 ഇൻറ്റു 0.2 ഇൻറ്റു 0.2 ഇൻറ്റു 0.2
into 315 is equal to pi into 1/3 into 21 into 21 441 441 21 into 441 into 21 into 4 is equal to 84 കൊണ്ട് ഇൻറ്റു ചെയ്യാം is equal to 4 4 46 ബാലൻസ് 1 17 8 8 4 8 32 ബാലൻസ് 3 32 3 35 4 8 6 14 ബാലൻസ് 1 35 ബാലൻസ് 1 7 3 is equal to ഇനി പോയിൻ്റ് നോക്കാം. ഇവിടെ പോയിൻ്റ് വരുന്നത് 1 2 3 സ്ഥാനം മാറ്റി പോയിൻ്റ് ഇടണം. അപ്പോൾ 37.044 മൈനസ്. ഇനി അടുത്ത് ചെയ്യാം. 315 ഇൻറ്റു 2 2 4 4 2 8 2 16 315 ഇൻറ്റു 16 എയർപോയിൻ്റ് 0 ബാലൻസ് 3 6 9 പോയിൻറ്റ് 5 1 3 0 14 ബാലൻസ് 1 30 ബാലൻസ് 1 5 is equal to ഇവിടെ നമുക്ക് പോയിൻ്റ് 1 2 3 സ്ഥാനം മാറ്റി പോയിൻ്റ് ഇടണം. 5.040 is equal to pi into 1/3 into ഇനി 37.044 മൈനസ് 5.040 400 7 മൈനസ് 5 2 32.004. See, answer is equal to 32.004 pi divided by 3 centimeter cube. ആൻസർ ഈസ് നമുക്ക് വേണമെങ്കിൽ ഇനി 3 വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ ഒന്നും കൂടെ ചെയ്യാം, വേണമെങ്കിൽ ഫുള്ളായിട്ട് ചെയ്യാം. ഫിസിക്കൽ 3 ഒരു പ്രാവശ്യം 2 പോകില്ല. 10 പോയിൻ്റാണ് നമുക്കിവിടെ കിട്ടുന്നത്. ചിലർക്കൊക്കെ 11 പോയിൻ്റാണ് കിട്ടിയിട്ടുള്ളത്. 10 പോയിൻ്റ് ആയിട്ട് വേണ്ട എത്ര ആൻസർ ഇത്രയും ചെയ്താൽ മതി. ഓക്കെ. If you like this video, please like, share and subscribe. Thank you.